അതെ, ചിരിക്കല്ലേ ചിരിക്കല്ലേ. അങ്ങനെ എങ്ങാനും സംഭവിച്ച എടുത്തു മാറ്റിവെച്ച ഫോട്ടോ ഉണ്ടല്ലോ, അത് ഞാൻ വീണ്ടും ആ ഭിത്തിയിലേക്ക് അങ്ങ് വെക്കും. എന്നിട്ട് നല്ല ഒന്നാന്തരൊരു മാല ഞാൻ ഇടും. എടി ഭയങ്കരി, നീ ആള് കൊള്ളല്ലോ. ആ, സ്വന്തം കാര്യം വന്നപ്പോ അവള് കാലു മാറിയത് കണ്ടില്ലേ? കാലല്ലേ മാറാൻ പറ്റൂ, എന്റെ ഭർത്താവിനെ മാറ്റാൻ പറ്റില്ലല്ലോ. DKയുടെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച സന്തോഷം ഇതാ ജ്യോതി. എന്നേക്കാൾ വലുതായി DK സ്നേഹിക്കുന്ന ഒരു പെണ്ണ് DKയുടെ ലൈഫിൽ വരണം. DK സന്തോഷത്തോടെ ജീവിക്കണം. കണ്ടു, അത് ഞാൻ നേരിൽ കണ്ടു. ഇനി എനിക്ക് സമാധാനമായിട്ട് മരിക്കാം. അയ്യോ, എപ്പോഴാ മരിക്കുന്നേ? അല്ല, ആ സമയം കൂടി ഒന്ന് പറഞ്ഞുതരുമോ? തുറന്നു വെച്ചെന്നുണ്ടല്ലോ. സുപ്രിയ, ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതേ നിന്റെ ജീവന് വേണ്ടിട്ടാ. അതൊന്ന് തിരിച്ചു തരണേന്നാ. എന്തിന്? എനിക്കറിയില്ല. എന്തായാലും നീ മരിക്കുന്ന എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ആ ഫോട്ടോ അവിടെ നിന്ന് എടുത്തു മാറ്റിയത്. നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? അതെ, വിശ്വാസാണ്. നീ ഇവിടെയുള്ള അത്രയും ദിവസങ്ങൾ നീ സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം. അത്രേ ഉള്ളൂ എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പാവം, ഈ നന്മയെ ജ്യോതി എന്നല്ലാതെ മറ്റെന്ത് പേരിട്ട് വിളിക്കും? അതവിടെ വച്ചേക്ക് ഹിറ്റ്ലറെ. ഈ വിഷമമൊക്കെ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്തിനാ ഞാൻ ഈ ദുഷ്ടത്തിനും കാണിച്ചെന്ന് നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവുമല്ലേ? എന്നോടുള്ള എല്ലാ ദേഷ്യവും നിങ്ങളുടെ ഈ മുഖത്തുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കുശിനിക്കാരൻ ഈ ബേക്കറിക്കാരിയെ അനുസരിച്ചേ പറ്റൂ. കാരണം ശരി എന്റെ ഭാഗത്താ. ഞാൻ ഫുഡ് എടുത്ത് വെക്കട്ടെ? വേണ്ട, അത് പറ്റില്ല. എന്നോട് പിണങ്ങി പട്ടിണിക്കിരിക്കാനൊന്നും പറ്റില്ല. കഴിച്ചേ പറ്റൂ. നിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പാവയല്ല ഞാൻ. എന്തൊരു പിടിവാശിയായത് ഹിറ്റ്ലറെ. ഞാനൊരു കാര്യം പറയുവാ. മിക്കവാറും ഉള്ള ഭർത്താക്കന്മാരെല്ലാം ഭാര്യമാര് പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നവര് തന്നെയാ. അല്ല, ഈ ഭാര്യമാര് പറയുന്ന നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? ഈ ഭർത്താക്കന്മാര് പറയുന്നത് മുഴുവൻ ഞങ്ങള് ഭാര്യമാരനുസരിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ തിരിച്ച് ഭാര്യമാര് പറയുന്നതും കേക്കാം. തുല്യത എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിച്ചും കാണിക്കണം. ഇങ്ങോട്ട് വന്നേ. ഹോ, മൈ ലിറ്റിൽ കണ്ണാ, ഞാൻ വിചാരിച്ചത് അവൻ ഈ വീടെടുത്ത് തിരിച്ചു വെക്കുമെന്ന്. ബട്ട് നത്തിങ് ഹാപ്പൻ. ഒന്നും സംഭവിച്ചില്ല. കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് അവൻ പൂച്ചയെ പോലെ പതുങ്ങിപ്പോയി. അവൾ എന്തു വിദ്യ പ്രയോഗിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ കണ്ണാ. അവള് മെടുക്കിയ കേട്ടോ. എല്ലാം നീ അവളുടെ മനസ്സിൽ തോന്നിപ്പിച്ചാണെന്ന് എനിക്ക് അറിയാൻ കണ്ണാ. താങ്ക്സ്, മെനി മെനി താങ്ക്സ്. അല്ല കണ്ണാ, സുപ്രിയ എന്ന് പറഞ്ഞ അവന് ജീവനല്ലായിരുന്നോ? അവളുടെ ഫോട്ടോയ്ക്ക് മുന്നില് ലഡ്ഡുവും ജിലേബിയൊക്കെ വച്ച് ദിവസവും പൂജിച്ചിരുന്നല്ലേ അവൻ. എന്നിട്ട് അതെടുത്ത് കളഞ്ഞൂന്നറിഞ്ഞപ്പോ അവൻ ജ്യോതിയോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അതെന്താ? ഞാൻ വിചാരിച്ചത് ഒരടിയെങ്കിലും അവക്ക് കൊടുക്കൂന്ന. അവളെന്തോ മാജിക്ക് കാണിച്ചേ അവനെ ഒതുക്കിയിട്ടുണ്ട്. നീ വല്ല മാജിക്കും പറഞ്ഞ് അവക്ക് കൊടുത്തിരുന്നോ സ്വപ്നത്തില്? നീ മാജിക്കിന്റെ ഉസ്താദല്ലേ. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമായി. അവനും അവളും കൂടി ഇനി ഹാപ്പി ആയിട്ടങ്ങ് ജീവിച്ചോളും. അവള് പറയുന്നതൊക്കെ അവൻ കേൾക്കാൻ തുടങ്ങി കണ്ണാ.
ദേ, നീ എനിക്ക് ഒരു ഹെൽപ്പും കൂടി ചെയ്തു തന്നാ മതി. അവരുടെ ഒരു കുഞ്ഞ് നിന്നെ പോലെ ഒരു ഉണ്ണിക്കണ്ണൻ ജനിക്കുമെന്നാ ആ സ്വാമി പറഞ്ഞത്. ആ ഉണ്ണിക്കണ്ണനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടങ്ങ് തന്നേക്കണം. അതോടെ ഞാൻ ഹാപ്പിയാവും. പിന്നെ നിന്നെ വേറൊന്നിനും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ? എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ. സുപ്രിയെ മറക്കാൻ നിങ്ങൾക്ക് ഈ ജന്മത്ത് കഴിയേയില്ല. സുപ്രിയെ മറന്നിട്ട് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാനും പറ്റില്ല. പക്ഷേ അതിനൊരു ചിത്രം ഈ വീട്ടിൽ ആവശ്യമില്ല. അതെന്റെ മനസമാധാനം കെടുത്തും. സത്യം ഹിറ്റ്ലറെ ഞാൻ പറയുന്നേ. എന്റെ മനസ്സുകൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? സുപ്രിയ തന്നതിന്റെ ഒരു 100 ഇരട്ടി സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരാം. എന്നാലും അതിനി ഇവിടെ വേണ്ട. നിങ്ങളുടെ സ്നേഹം അതിനെയും ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല ഹിറ്റ്ലറെ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് എന്നെ മാത്രം സ്നേഹിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. ഹാവൂ, സമാധാനായി. ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചൂലോ, അത് മതി. നിങ്ങളെ സ്നേഹിക്കാൻ ഇനി ഞാനില്ല ഹിറ്റ്ലറെ. അതെനിക്കറിയാം. സുപ്രിയെ സ്നേഹിക്കാൻ എനിക്കൊരു ചിത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇവൾക്ക് ഇതെന്തു പറ്റി? തലയുടെ പിരിവല്ല ലൂസായി പോയോ? ഇത് പിരി ലൂസായി പോയതല്ല ധാരേച്ചി. ഇത് DK ജ്യോതിയുടെ പിരി ശരിക്കും മുറുക്കിയതാ. ഇപ്പൊ അവര് തമ്മില് മൂകാംബികയെ പോയി വന്നതിനേക്കാൾ സ്നേഹത്തില്. ഇതൊക്കെ എത്ര നാളത്തേക്കാണെന്ന് കണ്ടറിയാം. ജ്യോതിയല്ലേ ആള്. അടുത്ത എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് ഉടനെ ഒരു ബഹളം ഉണ്ടാക്കും. അതോടെ DKയും ജ്യോതിയും തമ്മിൽ അടിച്ചു പിരിയുകയും ചെയ്യും. വീണ്ടും തമ്മിൽ ഉടക്കും. ഇതൊക്കെ തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെയല്ലേ മായേച്ചി ലൈഫ് എന്ന് പറയുന്നത്. പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും അല്പം വഴക്കിട്ടും പ്രണയിച്ചും അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുന്നല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അവളുടെ ഒരു ഭാഗ്യം. DK പോലൊരു ഭർത്താവിനെ ഈ ജന്മത്തെ അവൾക്ക് കിട്ടിയില്ലേ. പൊട്ടന് ലോട്ടറി അടിച്ച പോലെയെന്നും പറയാം. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. ആദ്യം അവളുടെ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോക്ക് പോയാൽ അതൊക്കെ നടക്കും. ആദ്യം ഈ വീട്ടിൽ വന്ന മരുമക്കൾ ആരാ? നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കുട്ടി ഉണ്ടാവാതെ അവൾക്ക് കുട്ടികൾ ഉണ്ടാവണ്ട. നമുക്ക് അപേക്ഷ തന്നിട്ടല്ല അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നേ. അതവർക്ക് ദൈവം കൊടുക്കുന്നേ. അതിപ്പോ നമുക്ക് എങ്ങനെ തടയാൻ പറ്റാ? മായേച്ചി, അരുതാത്തൊന്നും പറയല്ലേ. അവർക്കൊരു കുഞ്ഞു ജനിക്കുന്ന കാണാൻ അമ്മ എത്ര നാളായി പ്രാർത്ഥിക്കുന്നതാ. അമ്മയെന്നല്ല ആര് പ്രാർത്ഥിച്ചാലും അങ്ങനെ ഒരു കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ ആദ്യം നമ്മൾ 3 പേരിൽ ഒരാൾക്ക് കുഞ്ഞ് ജനിക്കണം. ഈ വീട്ടിൽ ആദ്യം വന്നവരാരാ? നമ്മളല്ലേ? നമുക്കൊന്നും ഉടൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ജ്യോതി തന്നെ ആദ്യം പ്രസവിക്കും. ഇല്ല, അങ്ങനെ സംഭവിച്ച ആ കുഞ്ഞ് ഈ വീട്ടിൽ വളരില്ല. വേണ്ടി വന്നാ അതിനെ കൊന്നുകളയാനും ഞാൻ മടിക്കില്ല. ഡോക്ടർ സുഷമ എന്നോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചു. DK അത് ഒന്നും പറയണ്ട. ഞാൻ ഈ കാര്യം അറിഞ്ഞതായി ശ്രീറാം മായോട് പറയാൻ വേണ്ട. വിശദമായ ട്രീറ്റ്മെന്റ് വേണമെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. മായ ആകെ വിഷമത്തില്ല. ഒരു തവണ കുഞ്ഞ് വേണ്ടെന്ന് വെച്ചെന്റെ വിഷമം അവൾക്കിപ്പോ. അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ അവളിപ്പോ കരയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും ഉണ്ടാകാതിരിക്കുന്നതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളാണ്. ശാസ്ത്രം വല്ലാതെ പുരോഗമിച്ച ഈ കാലത്ത് എല്ലാറ്റിനും വഴിയുണ്ട്. ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഒക്കെ നല്ല ക്ലിനിക്കുകളുണ്ട്. അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുത്താൽ മതി, എല്ലാം ശരിയാവും. കുറച്ചുനാള് നിങ്ങൾ രണ്ടുപേരും കൂടി അവിടേക്ക് മാറി താമസിച്ചാൽ മതി.
എന്നിട്ട് മായ കൺസീവായ ശേഷം മാത്രം തിരിച്ചു വന്നാൽ മതി. അപ്പോ ആളുകൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതല്ല DK, കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ വേറൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനാ മായയുടെ തീരുമാനം. അഡോപ്ഷനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. അഡോപ്റ്റ് ചെയ്യപ്പെട്ടാൽ എങ്ങനെയായാലും മറ്റുള്ളവരറിയും. അത് വേണ്ട. ഇനിയൊരു കുഞ്ഞ് നിങ്ങളുടേതായിട്ട് തന്നെ ജനിക്കണം. അതിനൊരു വഴിയേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് ചെന്നൈയിലോ ബാംഗ്ലൂരിലോ പോകണം. ഡോക്ടർ സുഷമ 1-2 ക്ലിനിക്കുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മായോട് നീ ഒന്ന് സംസാരിക്കേ. ഞാൻ സംസാരിക്കാം DK. പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഡോക്ടർ സുഷമയുടെ അഭിപ്രായമായിട്ട് മാത്രം നീ മായോട് പറഞ്ഞാൽ മതി. ശരി DK. മറ്റുള്ളവരോട് ആരോടും ഈ കാര്യം പറയാനേ പോകണ്ട. അതൊക്കെ സമയമാകുമ്പോ എല്ലാരും അറിഞ്ഞാൽ മതി. ഇതിന്റെ പേരിൽ മായയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വീട്ടിലുണ്ടാവരുത്. അത് നീ വേണം ശ്രദ്ധിക്കാൻ. ശരി DK. എന്നാ പൊയ്ക്കോ. ആഹാ, ഇതെന്തിനുള്ള പുറപ്പാടാ? പഴയ ഡാൻസ് ഒക്കെ പൊടിതെറ്റി എടുക്കാനുള്ള പരിപാടിയാണോ? ഈ ചിലങ്ക കാലിൽ കെട്ടി വിയർത്ത് കുളിച്ച് തളർന്നു വീഴും വരെ ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ കയ്യിൽ വെച്ച് നോക്കിയിരിക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിലേ ആ ചെളിങ്കി ഒന്ന് കെട്ടി നോക്ക്. വേണമെങ്കിലേ 2 ചുവടും കൂടി ഒന്ന് ആടി നോക്കിക്കോ. ആഗ്രഹമുണ്ട് ജ്യോതി. പക്ഷെ മനസ്സെത്തുമ്പോ ശരീരം എത്തില്ല. അതിനുള്ള ആരോഗ്യമില്ല, മനസ്സുമില്ല. ഏയ്, അതൊക്കെ നടക്കുന്നേ. ആഗ്രഹിച്ചാൽ നടക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഞാനില്ലേ കൂടെ, ഞാൻ ഹെൽപ്പ് ചെയ്യാന്നേ. താൻ ഇതൊന്ന് കെട്ടിയേ. എന്നിട്ടേ ഒരു 2 ജതി ഒന്ന് ആടി നോക്കിയേ. വേണ്ട, വിധി എന്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റിയതാ ഇതെല്ലാം. ഇനി ഇത് കെട്ടാനോ നൃത്തം ചെയ്യാനോ ഉള്ള യോഗം എനിക്കില്ല. ഏയ്, അതൊക്കെ ചുമ്മാതെയാ. അങ്ങനൊരു യോഗം ഇല്ലായിരുന്നെങ്കിലേ നീ ഈ വീട്ടിലോട്ട് തിരിച്ചു വരുമായിരുന്നോ? ഇപ്പൊ ഈ ചിലങ്ക നിന്റെ കയ്യിൽ വീണ്ടും വരുമായിരുന്നോ? ഇല്ല. അപ്പോ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതും നടക്കും. അതിനുള്ള യോഗം ഉള്ളതുകൊണ്ട് തന്നെയാ നിന്റെ കയ്യിൽ ഈ പേച്ചിലങ്ക വന്നത്. നീ വന്നേ, നമുക്ക് നോക്കാം. വേണ്ട ജ്യോതി, എന്നെ കൊണ്ട് പറ്റില്ല. പറ്റൂന്നേ. വേണമെങ്കിലേ ഞാനും കൂടെ കൂടാം. എന്തായാലും ഈ മുറിക്കകത്ത് പറ്റില്ല. വെരി ഗുഡ്.
ഹരിപ്രിയ സൂപ്പർ. താങ്ക് യു. നീ നല്ല ഗംഭീരമായിട്ട് നൃത്തം ചെയ്തു. താങ്ക് യു അമ്മേ. ദേ നീയും സൂപ്പർ ആയിരുന്നു. അമേരിക്കയിലേക്ക് പോയിട്ടും നീ ഇതൊന്നും മറന്നില്ലെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ഏട്ടാ. അയ്യാടാ, സുപ്രിയ നൃത്തം ചെയ്തത് മാത്രം ഇയാൾ കണ്ടുള്ളൂ. ഞാൻ നൃത്തം ചെയ്ത കണ്ടില്ലേ കുശിനിക്കാരൻ. എന്നിട്ടൊരു വാക്ക് പോലും എന്നോട് നല്ലത് പറഞ്ഞില്ലല്ലോ. ഹരിപ്രിയ ചെയ്തത് കൊള്ളാൻ പോലും ആണ് ചൂടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ സുപ്രിയ, നിനക്കിത് ചെയ്യാൻ കഴിയും. നിനക്ക് ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോ അത്ഭുതം തോന്നുന്നു ജ്യോതി. എന്താ ഹിറ്റ്ലർ ഇങ്ങനെ നോക്കുന്നേ? ഓരോ ദിവസവും താൻ എന്നെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ബേക്കറിക്കാരി. ഓ, അതിനിപ്പോ എന്താ അത്ഭുതം ഉണ്ടായത്? ആ, താനിന്ന് നൃത്തം ചെയ്തു തന്നെ. ഞാനിത് നേരത്തെ ചെയ്യാത്തൊന്നും അല്ലല്ലോ. നൃത്തം ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇന്നെന്താ ഇത്ര അത്ഭുതപ്പെടാൻ? ഇന്ന് ഹരിപ്രിയൻ താനും കൂടി നൃത്തം ചെയ്തത് കണ്ടപ്പോ എനിക്ക് തോന്നി താൻ ചെയ്താണ് കുറച്ചുകൂടി ബെറ്റർ എന്ന്. കുറച്ചുകൂടി ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു അതിന്. ഓ, എന്നിട്ട് എന്നെ അല്ലല്ലോ അവളെയല്ലേ പുകഴ്ത്തിയത്? അത് പിന്നെ അവള് നമ്മളുടെ അതിഥിയല്ലേ. അതിഥി ഒരു കാര്യം ചെയ്യുമ്പോ അതിഥിയെ പുകഴ്ത്തേണ്ടത് ആതിഥേയരുടെ കടമയല്ലേ. താൻ എന്റെ ഭാര്യയല്ലേ, എപ്പോ വേണേലും പുകഴ്ത്താലോ. അയ്യാടാ, ഒരു ന്യായം പറിച്ചില് കേട്ടില്ലേ? ഒറ്റ കുത്തുവെച്ചെന്നുണ്ടല്ലോ. എന്ത് പറയാനാ? അവര് വിളിക്കാൻ മറ്റോ ചെയ്തോ? അവൻ വരും. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. മോളെ കരയാതെ മോളെ, അവനിങ്ങ് വരും. ആ വിഘ്നേഷ് എങ്ങാനും തട്ടിക്കൊണ്ടു പോയതാണോന്ന് എന്റെ സംശയം. താരെ, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. പറഞ്ഞല്ലെന്താ, അതാണല്ലോ ഈ വീട്ടിൽ നടക്കുന്നത്. താര പറഞ്ഞതിലും കാര്യമുണ്ട്. ഗോകുലിനോട് അയാൾക്ക് വിരോധമുണ്ടെന്ന് ഗോകുല് തന്നെ പറഞ്ഞതല്ലേ. അത് അയാളുടെ നെഞ്ചത്ത് ചവിട്ടിയുണ്ടല്ലേ. മതി, എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കെ. അവ എടാ മൂർത്തി, നിങ്ങളുടെ DKയുടെ ഒരുപാട് കാശ് പറ്റിച്ചവനാ നീ. ആ നീ ഇപ്പോഴും ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത് DKയുടെ ദയാ. DKയുടെ വിഷയാണോ നിന്റെ ജീവൻ? അത് നീ മറക്കരുത്. സർ, ഇതൊന്നും നടത്തുന്നുണ്ടോ? ഇനിയും DK പ്രൊവോക്ക് ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇതിവിടെ അവസാനിപ്പിക്കും സാറേ. നമുക്ക് തിരിച്ചു പോവാം. അവന് അലറി പാഞ്ഞു വരട്ടെ എന്റെ നേരെ. എടോ, അവന്റെ നേരെ നല്ല ഒന്നാം തരം ഡബിൾ ബാരൽ ഗണ്ണ് വെച്ച് ഒരൊറ്റ വെടി, അതോടെ തീരും അവൻ. സർ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാവുന്നേ ഉള്ളൂ. പക്ഷേ DKയെ കുറിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാ. അയാളെ ഇനിയും പ്രകോപിപ്പിക്കാതെ ഇവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം. താനിങ്ങനെ പേടിക്കാതോ. അവന്റെ ഒരു DK എടോ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ഇപ്പൊ DK. ദാ ഇവന്റെ ജീവന് വേണ്ടി അവൻ എന്റെ കാല് പിടിക്കും. ഒന്നും അവസാനിപ്പിക്കാറായിട്ടില്ലടോ. എല്ലാം അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മൂർത്തി, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഗോകുൽ എവിടെ പോയി? എന്താ ഗോകുലിന് സംഭവിച്ചത്? പറയടാ മോനെ, അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. ആ വിഘ്നേഷ് തന്നെ ഇതൊക്കെ ചെയ്ത്. അവനെ പിടിച്ച ഗോകുൽ എവിടെയാന്നറിയാം. DK, എങ്ങനെയെങ്കിലും എന്റെ ഗോകുലിനൊന്ന് തിരിച്ചു കൊണ്ടുവരണം. ഗോകുലിനൊന്നും സംഭവിക്കരുത്. താരെ, നീ ബഹളം വെക്കാതെ. ഗോകുല് തിരിച്ചു വരും. എന്നിട്ട് എവിടെ എന്റെ ഗോകുൽ എവിടെ? DK, താരേച്ചി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
ഒരുപക്ഷെ ആ വിഘ്നേഷ് പ്രതികാരം തീർത്തതാണെങ്കിലോ? സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിന് തെളിവുകളൊന്നുമില്ല. എന്തെങ്കിലും തെളിവ് കിട്ടുന്നവരെ അങ്ങോട്ട് കയറി ഒന്നും ചെയ്യാനും പറ്റില്ല. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വിവരം കിട്ടും. എന്റെ ഗോകുലിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ ഗുരുവായൂരപ്പ, ഈ വീടിന് വേണ്ടി ഓരോരുത്തരെ ബലി കൊടുക്കണമെന്നായിരിക്കും വിധി. നീ ഒന്ന് നിർത്തുന്നുണ്ടോ തറേ? അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. DK കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആരും എന്നെ കണ്ണു മേടിച്ചു നോക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യമാ. ആ വിഘ്നേഷ് കെട്ടാൻ പോയ പെണ്ണിനെ നിങ്ങൾ പോയി പിടിച്ചോണ്ട് വന്നോണ്ടല്ലേ ഇങ്ങനെയെല്ലാം ഉണ്ടായത്. അതുകൊണ്ടല്ലേ അവൻ പ്രതികാരം തീർക്കാൻ ഇങ്ങോട്ട് വന്നത്. അന്നത് ചെയ്യാതിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഭാര്യയും ഭർത്താവും കൂടെ അന്ന് പോയി വലിയ ഹീറോയിസം കാണിച്ചതല്ലേ. അതിന് പകരം എന്റെ ഗോകുലിന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ ഗോകുലിനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. അതാരാടാ ആ സമയത്ത് അവനെ ഫോണിൽ വിളിച്ചത്? അതെങ്ങനെ എനിക്കറിയാം? അവരോട് പോലും അവനത് പറഞ്ഞില്ല. മൈസാൻ, അവൻ എന്തെങ്കിലും സംഭവിച്ചാ ദേ അവൾ എന്തെങ്കിലും കടുകയും ചെയ്യേ. ഇനി അതും കൂടി താങ്ങാൻ ഈ വീടിന് വയ്യ മോനെ. അമ്മേ, വിഷമിക്കാതിരിക്കാൻ അവളോട് പറ. അവനൊന്നും സംഭവിക്കില്ല. അവൻ തിരിച്ചു വരും. ഞാൻ ഇന്ന് വരെ ജീവിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം ഈ വീടിനും നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോ അമ്മേ, എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ ഇത് സംഭവിച്ചത്. എന്നിട്ടും എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? മോനെ, ആരും നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. അവൾ അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് വിഷമില്ലെന്നാണോ അമ്മ കരുതിയിരിക്കുന്നത്? അമ്മയ്ക്ക് വിഷമില്ലേ? ശ്രീരാമനും ബാലുവിനും വിഷമില്ലേ? എല്ലാവർക്കും ഉണ്ട് അവരവരുടെ സങ്കടം. ഹിറ്റ്ലറെ താര ഗോകുലിന്റെ ഭാര്യയാ, അത് ഓർമ്മ വേണം. അതുകൊണ്ട് ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ ദുഃഖം. നമ്മളെല്ലാം അവനെ ഒരുപാട് സ്നേഹിക്കുന്നവരല്ലേ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും അത് സഹിക്കാൻ പറ്റൂ? അമ്മേ, അമ്മ പോയി അവളെ ഒന്ന് ആശ്വസിപ്പിക്കും. അവൻ രാത്രി തിരിച്ചെത്തുമെന്ന് പറ. എങ്ങനെയെങ്കിലും ഞാൻ അവനെ കൊണ്ടുവരാം. എവിടെ പോയിട്ടാണെങ്കിലും ഞാൻ അവനെ കൊണ്ടുവരാം. ചെല്ല്. അമ്മ അവളോട് സമാധാനമായിട്ടിരിക്കാൻ പറ. ഹിറ്റ്ലറെ, അവൻ തിരിച്ചു വരും. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കാലിന് പൊട്ടലുണ്ട്. പിന്നെ പുറത്തുള്ള ചെറിയ മുറിവുകളൊന്നും കാര്യമാക്കേണ്ടതില്ല. ഇന്റേണൽ ഇഞ്ചുറീസ് ഒന്നുമില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാനിപ്പോ എവിടെയാ? നിങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ. വലത് കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. അത്രേ ഉള്ളൂ. കിടന്നോ, പേടിക്കാനൊന്നുമില്ല. എല്ലാം വേഗം ശരിയാവും. നിങ്ങളാണോ ഗോകുലിനെ ഇവിടെ എത്തിച്ചത്? അതെ, രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴാ
അവിടെ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഇയാളെ കണ്ടത്. ആരോ നല്ലപോലെ പെരുമാറിയിട്ടുണ്ട്. ആരാ നിന്നോട് ചെയ്തത്? അവനാ, ആ വിഘ്നേഷ്. പിന്നെ ആ മൂർത്തിയും കൂടെ ഉണ്ടായിരുന്നു. അവനാ എന്നെ കാലൊടിച്ചത്. DK, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി, നിങ്ങൾ ചെയ്തത് വലിയ ഉപകാരമാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ ശരി. വേദന സഹിക്കാൻ പറ്റുന്നില്ല DK. DK, ഇപ്പോ ഒന്നിനും ഇറങ്ങി പുറപ്പെടണ്ട. നമ്മൾ അങ്ങോട്ട് കൊടുത്തതിന് അവൻ മറുപടി തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം ഇതുകൊണ്ടെല്ലാം അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ. ഇനി ഒരു വഴക്കിനും പോണ്ട. ഗോകുൽ, നിങ്ങൾ 3 പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നത് അതെനിക്ക് സംഭവിക്കുന്ന പോലെയാ. ഇത് നിന്നെയല്ല, എന്നെ തല്ലിയതാ. ഇതിന് മറുപടി കൊടുക്കാതെ ഞാൻ അടങ്ങില്ല. വേണ്ട DK, ഇത് വിട്ടേക്ക് പ്ലീസ്. DK, ഇതെന്റെ ഒരു റിക്വസ്റ്റാ. എല്ലാം ഇവിടെ കൊണ്ടങ്ങ് തീരട്ടെ. എല്ലാവരും എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒരു കാലൊടിഞ്ഞെന്നല്ലേ ഉള്ളൂ. അത് പെട്ടെന്നങ്ങ് ശരിയാവും. എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. എത്ര വേദന സഹിച്ചാണ് എന്റെ ഗോകുലേട്ടൻ. അവന്മാരുടെ കൈയും കാലും ഇതുപോലെ തല്ലി ഒടിക്കണം DK. നീ എന്തൊക്കെയാ പറയുന്നത് താരെ? അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ശ്രീയേട്ടാ, ബാലു, നിങ്ങളാരും ഇപ്പം തിരിച്ചടിക്കാനൊന്നും നിൽക്കണ്ട. ഇതൊക്കെ വിഘ്നേഷ് എന്നോടുള്ള ദേഷ്യം തീർത്ത. എന്നെ നേരിട്ട് ആക്രമിച്ചാൽ എനിക്ക് വേദനിക്കില്ലെന്ന് അവന് നല്ലപോലെ അറിയാം. എനിക്ക് വേദനിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കണം. അതുകൊണ്ടാ അവൻ നിങ്ങളെ ഓരോരുത്തരെയായി നോട്ടം ഇട്ടിരിക്കുന്നത്. അന്ന് അവന് തല്ലു കൊടുത്തപ്പോ ഞാൻ അവന്റെ നെഞ്ചിലൊരു ചവിട്ടിയില്ലേ? അതുകൊണ്ടാ ആ ചവിട്ടിയ കാല് തന്നെ അവൻ തല്ലി ഓടിച്ചത്. ഇനി ഇവിടെ നിന്ന് എന്റെ നിയന്ത്രണം വിട്ടുപോകും. എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അവൻ രണ്ടും കൽപ്പിച്ച് തന്നെ. അവന്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അതെനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവനുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മളായിട്ട് ഒന്നിനും ഇറങ്ങി പുറപ്പെടണ്ട. DK എല്ലാത്തിനുള്ള വഴി കണ്ടെത്തിക്കോളൂ. അങ്ങനെ എല്ലാം DKയുടെ തല കയറ്റി വെച്ചിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? DK നിൽക്കുമ്പോ DKയുടെ മുന്നിൽ നിന്നല്ലേ പറ്റൂ. DK കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. DK വളർത്തിയ കുട്ടികളെ നമ്മള്. DKയുടെ ദേഹത്ത് ഒരു പോറല് പോലും ഏൽക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഒരല്ലലും അറിയിക്കാതെ, ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ നമ്മളെ വളർത്തി വലുതാക്കി ഈ നിലയിലാക്കിയത് DK. ആ DK ഇല്ലാതാക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു വന്നാൽ അതും കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് പറ്റില്ല. അവനെ കൊന്നിട്ട് നമ്മളിൽ ഒരാൾ ജയിലിൽ പോയാലും അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. കൊല്ലണോ അവനെ? നീ ഒന്ന് അടങ്ങ് ബാലു. ഇവിടെ ശത്രുവിനെ നേരിടാൻ ശക്തിയല്ല, ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. DKയുടെ കൂടെ നിന്ന് അവനെ നേരിടണം. എന്തായാലും ആദ്യം അവന്റെ കാലൊന്ന് നേരെയായി വരട്ടെ. ഈ കാലുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചത്ത് ചവിട്ടണം. ചവിട്ടിക്ക് നിന്നെ കൊണ്ട് ഞാൻ.
ഹിറ്റ്ലറെ, തൽക്കാലം എടുത്തു ചാടി ഒന്നിനും പോവാൻ നിൽക്കണ്ട. അവനിതിന് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. പക്ഷെ അതിന് യുക്തമായൊരു സമയം തിരഞ്ഞെടുക്കണം. എന്നിട്ട് അവനോട് പകരം ചോദിക്കണം. എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? ഇന്നേ വരെ ഈ വീട്ടിൽ ആർക്കും നേരെ പുറത്തു നിന്ന് ഒരാളും കൈ ഉയർത്തിയിട്ടില്ല. ഇപ്പോ അവൻ എന്റെ കുട്ടിയുടെ കാല് തല്ലി ഒടിച്ചിരിക്കുന്നു. ഇങ്ങനെ പോയാ നിന്റെ മക്കളെ ഓരോരുത്തരെ അവൻ ഇല്ലാതാക്കും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണ്ടേ? അമ്മ വിഷമിക്കണ്ട. ചെയ്യേണ്ടതൊക്കെ കൃത്യസമയത്ത് ഞാൻ ചെയ്തോളാം. ഇനി എന്റെ കുട്ടികളിൽ ഒരാളെ പോലും തൊടാൻ അവന് പറ്റില്ല. കൊള്ളാം കൊള്ളാം മൂർത്തി. DKക്ക് ഇതിനേക്കാളും വലിയൊരു അടി കിട്ടാനില്ല. DKയുടെ ചങ്കിലിപ്പോ ചോര പൊടിഞ്ഞു കാണും. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നോ? എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. മതമിളകിയ കൊമ്പനെ പോലെ അയാൾ പാഞ്ഞു വരും. അയാള് വളർത്തിയ മക്കളിൽ ഒരുത്തന്റെ കാല് തല്ലി ഓടിച്ചിട്ട് നമുക്കങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സാറേ, നമുക്ക് ഈ കളി ഇവിടെ നിർത്താം. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. എടോ, താൻ എന്തിനാടോ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു DKയും ഒന്നും ചെയ്യില്ല. ഇതോടെ അവന് മനസ്സിലായി കാണും വിഘ്നേഷിനോട് കളിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന്. നിങ്ങൾ അവിടെ നിൽക്കുക, ഞാനിപ്പോ വരാം. ഡോ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? മൂർത്തി, ഇറങ്ങട്ടെ? ആടോ. നീ എന്റെ കുട്ടിയുടെ കാല് തല്ലി ഓടിക്കും അല്ലടാ? നീ പകരം ചോദിക്കാൻ വന്നാണോ? മൂർത്തി, നിന്നോട് ക്ഷമിക്കാനുള്ളതിന്റെ അങ്ങേ അറ്റം വരെ ഞാൻ ക്ഷമിച്ചു. നീയും കൂടെ ചേർന്ന് എന്റെ വീട്ടിലുള്ള ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു. ഇപ്പൊ നീ എന്റെ കുട്ടിയുടെ കാല് തല്ലി ഒടിച്ചു. ഇതൊക്കെ അങ്ങ് ക്ഷമിക്കാൻ മാത്രം എനിക്ക് അത്രയ്ക്ക് വലിയ വിശാലമായ മനസ്സൊന്നുമില്ല. ഏത് കോടതിയിൽ നിന്നും ചിലപ്പോൾ നീ രക്ഷപ്പെട്ടെന്ന് വരും. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് നീ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ പറഞ്ഞത് ശരിയാ. അവന്റെ കാല് തല്ലി ഓടിച്ചത് ഞാനാ. നീ ഓർക്കുന്നുണ്ടോ ഒരിക്കൽ ആ റെസ്റ്റോറന്റിന്റെ മുറ്റത്ത് നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയത്? നീ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം അന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. ആ ദിവസമായിന്ന്. സ്വന്തം പിടിപ്പീട് കൊണ്ടും അഹങ്കാരം കൊണ്ടും എന്റെ പാർട്ട്ണർഷിപ്പിൽ നിന്നും പുറത്തു പോയവനാ നീ. എന്നിട്ടും നിനക്ക് ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നീ എന്നെ ദ്രോഹിച്ചു, ഒരുപാട് ദ്രോഹിച്ചു. ഇത് പക്ഷെ ഞാൻ സഹിക്കില്ല. എന്റെ കുട്ടിയുടെ ദേഹത്ത് കൈവച്ചിട്ട് അവനെ പിന്നെ വെറുതെ വിടണോ? ഇത്രയും ചെയ്താ പോരായിരുന്നു അവനെ. എന്തോ അപകടം പറ്റിയതാണെന്ന് മൂർത്തി പോലീസിന് കൊടുത്ത മൊഴി. അതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ അവൻ മൊഴി കൊടുത്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ പേരിൽ എന്തു വന്നാലും അതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ്. DK, കാര്യങ്ങൾ ഇങ്ങനെ വൈകാരികമായിട്ട് കാണരുത്. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് കാണണം. വിഘ്നേഷ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. വലിയ അപകടകാരിയാ. എനിക്കറിയാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് എന്റെ കുട്ടികളെ വേട്ടയാടി പിടിക്കാൻ അവന്റെ ഭാവം. പക്ഷേ അതിന് ഞാൻ അനുവദിക്കില്ല. ഇനി എന്തെങ്കിലും അവന്റെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടായാൽ ഞാൻ ആരാണെന്ന് അവൻ ശരിക്കും അറിയും. DK, അവൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. മുകളിൽ ആകാശവും താഴെ ഭൂമി എന്നുള്ള നിലയില് അവൻ നടക്കുന്നത്. അതുപോലെ അല്ല താൻ. അത് ഓർമ്മ വേണം. തനിക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിനകത്ത് തനിക്കൊരു ഭാര്യയുണ്ട്, അമ്മയുണ്ട്, മറ്റു ബന്ധുക്കളുണ്ട്. അവർക്കൊക്കെ താനേ ഉള്ളൂ. വിഘ്നേഷിന് അതുപോലെ അല്ല. അവനൊന്നും നോക്കാനില്ല. തന്റെ മക്കളുടെയും മരുമക്കളുടെയും എല്ലാം സുരക്ഷ ഉറപ്പാക്കണം. അതുകൊണ്ട് സൂക്ഷിച്ചേ ഓരോ കാര്യങ്ങളും ചെയ്യാവൂ. താൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ഇനിയും ക്ഷമിക്കാനോ? എന്റെ കുട്ടിയെ ഈ പരുവത്തിലാക്കിയിട്ട്
ഇനിയും ഞാൻ അടങ്ങിയിരിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അടങ്ങിയിരിക്കണമെന്നല്ല, പക്ഷേ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. എന്ത് പരിഹാരം? ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാവാനാ? വിഘ്നേഷ് ഗോകുലിന്റെ കാല് തല്ലി ഒടിച്ചു, പകരം നിങ്ങൾ മൂർത്തിയുടെ കാല് തല്ലി ഒടിച്ചു. നാളെ ഇനി വിഘ്നേഷ് ആരെങ്കിലും കൊലപ്പെടുത്തിയ തിരിച്ചവരെയും കൊലപ്പെടുത്തോ? ഇങ്ങനെ കൊന്നും തിന്നും പോകാനാണോ ഉദ്ദേശം? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കിട്ടിക്കേ ആരെങ്കിലും ഇടപെടുത്തി വിഘ്നേഷുമായി സംസാരിച്ച് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യണം. എങ്കിലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒത്തുതീർപ്പിലെത്താനോ? കൊള്ളാം. അവനുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും ഞാൻ തയ്യാറല്ല. ഞാൻ അവനെ അങ്ങോട്ട് ദ്രോഹിക്കാനൊന്നും പോയിട്ടില്ല. ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിന് വേണ്ടി യാചിച്ചപ്പോ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് അവൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഡികെ, പണം നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ആളുകൾ സഹിക്കും. കൂടപ്പിറപ്പുകളോ അച്ഛനോ അമ്മയോ മരിച്ചുപോയാൽ പോലും ചിലപ്പോൾ ആളുകൾ സഹിച്ചെന്ന് വരും. പക്ഷേ ഒരിക്കലും സഹിക്കാത്ത ഒന്നുണ്ട്: സ്വന്തം അഭിമാനം. ആരെങ്കിലും അതിൽ കയറി തോണ്ടിയ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം അഭിമാനം നഷ്ടപ്പെട്ട് അപമാനിതനായി നിൽക്കേണ്ടി വന്നാൽ അങ്ങനെയുള്ളവർ ലോകത്തൊന്നിനോടും ക്ഷമിക്കില്ല. ഇപ്പൊ വിഘ്നേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതും